الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي رحمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم أوصل اللهم ثواب قراءتنا وبركة دعائنا وصلواتنا أولا منا إلى حضرة نبينا محمد صلى الله عليه وسلم. اللهم وإلى حضرة أصحابه البدريين والوحديين والخندقيين وتبوقيين وسائر الصحابة والقرابة كلهم أجمعين. اللهم وإلى حضرة جميع الخير كلهم أجمعين. اللهم انفعنا بعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين. اللهم بارك لنا في مجلسنا وفي عملنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ ജസീൽ കമാൽ ഉസ്താദ്, മറ്റു നാട്ടുകാര്, കാരണവന്മാർ, കുട്ടികൾ, കുറെ ആമുഖമായി കുറെ ഇങ്ങനെ പറയുന്നില്ല. നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. ആ ഉള്ള സമയത്തിനിടയിൽ കുറച്ച് സമയമാണെങ്കിലും ഇതിൽ കിട്ടുന്നത് അത് കാതിലായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സമയം സ്വാഗതത്തിലൂടെയും ബാക്കിയുള്ളതിലൂടെയും നമ്മൾ കളയുന്നില്ല. നമ്മള് പള്ളിയാൽ യൂണിറ്റ് എന്ന നിലയിൽ പാച്ചിരിപ്പാടത്ത് വെച്ചിട്ടാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. സാധാരണ വർഷങ്ങളായിട്ട് നമുക്ക് 4-5 കൊല്ലമാണ് ഓർമ്മ നമ്മുടെ മജ്‌ലിസിനോട് വാർഷികമായി കൊണ്ടാടിയത് മുഴുവനും പള്ളിയായില്ലായിരുന്നു. അന്നൊന്നും പാച്ചിരിപ്പാടത്തിനൊരു അവസരം കിട്ടിയിരുന്നില്ല. പക്ഷെ അതൊക്കെ പാച്ചിരിപ്പാടത്ത് ആളുകൾ പറയുകയാണ് ഞങ്ങൾക്കൊരു പരിപാടി അതിൽ അൽഹംദുലില്ലാഹ് സമസ്തയുടെ SKSFന്റെ ലാബിൽ നമ്മൾ ഇന്നോടെ പാച്ചിരിപ്പാടത്ത് പരിപാടി വെച്ചിട്ട് അത് വലിയ വിജയം. അല്ലാഹു തആല നാളെ ആഖിറത്തിൽ കൂട്ടാക്കി തരട്ടെ. സമസ്ത കേരള ജമാഅത്തുൽ ഉലമയെ കുറിച്ച് അല്ലെങ്കിൽ സമസ്തയിൽ പ്രവർത്തിച്ചാൽ സമസ്തയെ കൊണ്ട് നമുക്ക് എന്ത് നേടി, നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ജസീൽ കമാൽ ഉസ്താദ് നമ്മോട് പറയും. സമസ്തയെ കൊണ്ട് നമ്മളൊരു പക്ഷേ നമ്മൾ സമസ്തയിൽ നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആക്ഷേപങ്ങൾ കൂടുതലായിരിക്കും. എന്നാൽ നമുക്ക് പ്രശംസ കമ്മിയായിരിക്കും. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അടുത്തറിയുന്നവർ പോലും ഒരുപക്ഷെ നമുക്ക് പ്രശംസ കമ്മിയായിരിക്കും. എന്നാൽ നാളെ ആഹാരത്തിൽ നമ്മൾ മരണപ്പെട്ട് ചെല്ലുമ്പോ നാളെ ഇതായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കും നമ്മൾ സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു കാരണം ഇതായിരിക്കും. സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ സമസ്ത എന്ന് പറയുന്നത് ഒരു സംഘടന തന്നെയാണ്. പക്ഷെ അത് മുസ്തഫായ നബി തങ്ങളുടെ നമുക്ക് കാണിച്ചു തന്ന ആ ദീനിന്റെ അതേ കാഴ്ചപ്പാട് അതിനിക്ക് ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരു നിയമം വന്നു നിങ്ങൾ സംഘടിച്ച് കൂടി നിൽക്കുന്നുവോ അതിനിക്ക് നിങ്ങൾ പേര് നൽകിയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് അതിന് സമസ്ത എന്ന് പേരിട്ടു എന്ന് മാത്രമാണ് നമുക്ക് വന്ന. അതായത് ഇന്നേ ദിവസം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ശംസുലമായ തങ്ങൾ നമുക്ക് നിയോഗം
നിയോഗിച്ചു തന്ന റബീഉൽ ആഖിറിലുള്ള പ്രാർത്ഥനാ ദിനത്തിന് നമുക്ക് നിയോഗിച്ചു തന്ന അതേ ദിവസം നമ്മൾ പള്ളി അലൂണിന്റെ പരിപാടി വെക്കുന്നുവെങ്കിൽ സത്യത്തിൽ ആ പ്രാർത്ഥനാ ദിനം നമ്മളെ മനസ്സിലാക്കില്ല. പക്ഷെ നമ്മൾ ഡേറ്റ് കണ്ടു, അല്ലാഹു തആല അങ്ങനെ ആക്കി തീർത്തു. അപ്പൊ അതിന് വലിയ ബർക്കത്തുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടിയതിന് നമ്മൾ ചെലവാക്കുന്ന ഓരോ സമയത്ത് അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ഇതൊരു മുതൽ കൂട്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ഭാഷണത്തിലേക്ക് നമ്മുടെ നാട്ടുകാർ എല്ലാമായ അഷ്റഫ് മാഷയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം അസീബ് ഫൈസിയാണ്, കാടാമ്പി ക്ലസ്റ്റർ SKSF സെക്രട്ടറിയാണ്. ഉസ്താദിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം സമസ്ത എന്ത് എങ്ങനെ ഇല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത്, അതാണ് നമുക്ക് ഇന്ന് ഈ സദസ്സിൽ എണീറ്റ് പോകുമ്പോൾ കിട്ടേണ്ടത്. അത് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് നമ്മള് ജസീൽ കമാൽ ഉസ്താദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷനെ ഏറ്റവും ബഹുമാനമായ വേദിയിലേക്കുള്ള ഈ മഹത്തായ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണത്തിൽ നമ്മോട് സംവദിക്കുന്ന ജമീൽ കമാൽ ഫൈസി ഉസ്താദ് അവരുടെ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച റിയാസ് ഫൈസി, അതുപോലെ ഈ സദസ്സിൽ സന്നിഹിതനായിരുന്ന രക്ഷിതാക്കളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു സമയത്താണ് സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായ സംസ്ഥ കേരള സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പള്ളിയാൽ യൂണിറ്റ് സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമികപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കേണ്ടതായ ദൗത്യം എന്താണെന്നും അതുപോലെ തന്നെ സംസ്ഥയുടെ മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ വിജയവും നമ്മിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിച്ച സമയങ്ങളില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഉസ്താദ് അവരാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനിക്കാൻ വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചിരുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബഹുമാനപ്പെട്ട SKSF പള്ളിയാൽ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച യൂണിറ്റ് സമ്മേളനത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജസീൽ കമാലി ഫൈസി ഉസ്താദ്, റിയാസ് ഫൈസി ഉസ്താദ്, അഷ്റഫ് സേവി, അതുപോലെ തന്നെ സദസ്സിലുള്ള പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി ഫെഡറേഷൻ SKSF, അതിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ചുവട് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ ആത്മീയ മദനീയ രംഗത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്ന പങ്ക് നാം ഓരോരുത്തരും അനുഭവിക്കുകയാണ്. മഹാനായ വരക്കൽ ബാലമീൻ മുല്ലക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തക്ക് അസ്ഥിവാരമിട്ടത് മുതൽ ഇന്ന് വരെ അതിന്റെ മഹാന്മാരായ നേതാക്കന്മാർ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അവയുടെ തണലാണ് നമുക്ക് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇനി നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നതിന്റെ പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലം അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് നമ്മുടെ വരും തലമുറയാണ്. അതിന് നാം ഇന്ന് പരിശ്രമിച്ചേ തീരൂ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ബോധം വേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ വരുന്ന തലമുറയെ കൃത്യമായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യൂണിറ്റ് സമ്മേളനം കൊണ്ട് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഈ പരിപാടിയെ വിജയകരമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ പുണ്യമായ ഈ ദീനിന്റെ വഴിത്താരയിലൂടെ കൃത്യമായി വഴി നടത്താൻ നമുക്ക് സാധിക്കണം. മലീമസമായ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുന്നിൽ നമ്മുടെ യുവതലമുറ തെറ്റുകളിലേക്ക് പോകുവാനുള്ള ധാരാളം വഴികളുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് നന്മയുടെ വഴി തുറന്നു കിടക്കുകയാണ്. ആ വഴിയിലൂടെ അവരെ വഴി നടത്തേണ്ടത് ഇതിന്റെ ഉമറാക്കളും പണ്ഡിതന്മാരുമാണ്. അപ്പോൾ SKSS പോലെയുള്ള വിദ്യാർത്ഥികളുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുമ്പോൾ ആത്മീയവും അതുപോലെ തന്നെ അവരുടെ ഭൗതികപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുമെല്ലാം SKSS അതുപോലെ തന്നെ SYSI തുടങ്ങിയ SBV തുടങ്ങിയ നമ്മുടെ സമസ്തയുടെ യുവാക്കളുമായും വിദ്യാർത്ഥികളുമായും കുരുന്നുകളുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫെഡറേഷനുകൾ, അവയൊക്കെ ഓരോ പരിപാടികളുമായി വരുമ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് വളരെ ഉത്സാഹത്തോടുകൂടി ഭാഗവാക്കാകാൻ നാം ഒക്കെ ശ്രമിക്കണം. മാത്രമല്ല നമ്മുടെ മഹല്ലിലെ, നമ്മുടെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾ, അത് റബീഉൽ അവ്വലിലെ നിബിദിന പ്രോഗ്രാം ആവട്ടെ, മറ്റു നേർച്ചകളാവട്ടെ, ഏതായാലും ദീനീ പ്രവർത്തനങ്ങളിലെല്ലാം സമസ്തയുടെ മക്കൾ അവിടെ പ്രത്യേകം എടുത്തു കാണിക്കുന്ന നമ്മുടെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, സമസ്തയുടെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവർ ഓരോ പരിപാടികളും സജീവമായിട്ടുണ്ടാകുമ്പോഴാണ് നാം ഈ ദീനുമായിട്ട് എന്നും ഒരു ടച്ച്, അതിനോടുള്ള ഒരു ബന്ധം, സമ്പർക്കം നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ദീനീ പ്രവർത്തനങ്ങളുമായി നമ്മുടെ യുവതലമുറ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കൾ വഴികളിലേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത്തരം സൽക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ അപ്പുറത്ത് തമ്മാടിത്തരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ യുവതലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നാം ഓരോ സംഘാടകർക്കും പ്രവർത്തകർക്കുമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കൾ കൃത്യമായും ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അത് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ ഇന്ന് അൽഹംദുലില്ലാഹ് സാധിക്കുന്നുണ്ട്. ഇന്ന് സമസ്തയുടെ 10,000-കണക്കിന് മദ്രസകളിൽ രാവിലെ കുഞ്ഞുമക്കൾ മഹാന്മാരായ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാരായ ഉലമാക്കൾ, ഉമറാക്കൾ, സമസ്തയുടെ അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും വേണ്ടി കരളുരുകി ദുആ ചെയ്തു. മജ്ലിസ് നൂർ ചൊല്ലിയും മറ്റു ഖുർആൻ പാരായണം നിർവഹിച്ചും ഒക്കെ അവര് ദുആ ചെയ്തു. അതിന്റെയൊക്കെ സവാബ് അല്ലാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നാളെ ഇതുപോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു യുവതലമുറ, ഒരു പുതിയ തലമുറ നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ട ശ്രമങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി ഈ ഒരു ചുവടിന്റെ ഭാഗമായിട്ട് ഈ യൂണിറ്റ് കമ്മിറ്റി ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം നടത്തുകയും അതുപോലെ അതിനെ തുടർന്ന് ഒരുപാട് പദ്ധതികൾ ഇൻഷാ അല്ലാഹ് ജില്ലാ കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും ക്ലസ്റ്റർ കമ്മിറ്റിയും എല്ലാം യൂണിറ്റിലേക്ക് നൽകുമ്പോൾ ആ പരിപാടികളിലെല്ലാം കൃത്യമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ദീനിന്റെ ഉണർവിനൊക്കെ പ്രത്യേകമായി നാം ഒക്കെ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വചനത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ സഹോദരന്മാരെ നസീഫുമായി ഉസ്താദാണ്. അവര് വളരെ ആദരവോടെ ക്ഷണിച്ചു.
السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. قال الله عز وجل. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്ദരായ ഹസീബ് ഫൈദി ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് ഫൈസി ഉസ്താദ്, അതുപോലെ ഈ യൂണിറ്റിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, SKSSFന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്തുകയും ആ സമസ്തയുടെ ഉന്നതമായ ആദർശങ്ങളെ മനസ്സിലാക്കുകയും വരും തലമുറയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആദർശത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിർത്താൻ ആവശ്യമായ കർമ്മ പരിപാടികളൊക്കെയാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമാകുന്നത് കേവലം ഒരു സംഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, ആർക്കെങ്കിലും നേതാവാകാൻ ഒരു കൂട്ടായ്മ ഇവിടെ ആവശ്യമാണ് എന്ന ദുഷ്ടലാക്കോടുകൂടെയും അല്ല. ദൗർഭാഗ്യകരമായി ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ വ്യാപകമായി ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട ക്രൂരമായ സമരങ്ങളുടെയും ക്രൂരമായ ആക്രമണങ്ങൾക്കിടയിലും മുസ്ലിം ഉമ്മത്തിനിടയിലേക്ക് ചില വിഷവിത്തുകൾ കൊണ്ടുവരാൻ ചില ആളുകളുടെ ശ്രമമുണ്ടായി. ഈജിപ്തിൽ നിന്ന് ചില പുതിയ പുതിയ ആശയങ്ങൾ കേരളക്കരയിലേക്ക് കൊണ്ടുവരാനുള്ള ചിലരുടെ ശ്രമത്തെ എന്തു വില കൊടുത്തു തടയിടേണ്ടത് പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും മഹാനായ പാങ്ങിൽ ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ മഹാരഥന്മാർ ഒരുമിച്ച് കൂടുകയും ഇങ്ങനെ ഒരു കൂട്ടായ്മ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇദാ ലഹറൽ ബിദ്ഉ ഫസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, പുത്തനാചാരങ്ങൾ പുത്തൻ പ്രസ്ഥാനങ്ങൾ ഇവിടെ കടന്നു വരികയും അതിനെക്കുറിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള പണ്ഡിതന്മാർ, അതിനെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവരുടെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന്
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ജാഗ്രതയോടുകൂടെ സമസ്ത എന്ന വലിയ ഒരു പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകുന്നത്. സമസ്ത എന്നത് കേവലം ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളല്ല, അതല്ലെങ്കിൽ ഭൗതികമായി നമ്മൾ കാണുന്ന സംവിധാനങ്ങളല്ല, മറിച്ച് സമസ്ത വിഭാവനം ചെയ്യുന്ന വളരെ പരിശുദ്ധമായ സുന്ദരമായ ദീനിന്റെ ആദർശങ്ങളും ആശയങ്ങളും നിലപാടുകളുമാണ് യഥാർത്ഥത്തിൽ സമസ്ത. ഭൗതികമായി വളരെ രമ്യഹർമ്മങ്ങൾ കെട്ടിപ്പടുക്കുകയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആത്യന്തികമായ ലക്ഷ്യം. അടിസ്ഥാനപരമായി ഈ ഉമ്മത്തിന്റെ ഈമാനിനു കാവൽ നിൽക്കുക എന്നത് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചു പോകുന്നത്. 1920കളിൽ റഷീദുർ റിളയുടെ അൽമനാറിലൂടെ റഷീദുർ തഫ്സീറുൽ മനാറിൽ പ്രചോദനം കൊണ്ടുകൊണ്ട് കേരളത്തിൽ ഒരു അൽമനാർ കൊണ്ടുവരികയും അതിലൂടെ പരിശുദ്ധ ദീനിനെ ഒരിക്കലും പരിചയമില്ലാത്ത ആദർശങ്ങളെ ഇവിടെ കൊണ്ടുവരികയും അത്രയും കാലം ഇവിടെ ജീവിച്ച മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണ് എന്ന വളരെ അത്ഭുതകരമായ വാദവുമായിട്ട് കടന്നു വന്നു. അഥവാ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒരുതരം യുക്തിവാദവുമായിട്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു. ഞാനൊരു ഉദാഹരണം പറയാം. റഷീദുർ റിളയൊക്കെ പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിൽ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം ഒരു പാറയുടെ പാറപ്പുറത്തു നിന്ന് പൊട്ടിമുളക്കുന്ന രൂപത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം പുറത്തു വന്നു. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ മുഅ്ജിസത്തിന്റെ വടി കൊണ്ട് കടലിലടിച്ചപ്പോൾ കടൽ നടുകെ പിളർന്നു. അത് വിശുദ്ധ ഖുർആനിൽ വളരെ സുവ്യക്തമായി വിശദീകരിച്ചതാണ്. അത്തരം മുഅ്ജിസത്തിന്റെ കഥകളൊന്നും ഇസ്ലാമിൽ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ ഒരു പുതിയ യുക്തി ചിന്തകൾക്ക് രൂപം കൊടുത്തവരായിരുന്നു അവർ. അവരിവിടെ കടന്നു വന്ന് കാലങ്ങളോളം പരിശുദ്ധരായ സ്വഹാബത്തിനാൽ പ്രബോധനം ചെയ്യപ്പെട്ട പരിശുദ്ധ ദീൻ, ആ ദീന കാലങ്ങളോളം അനുവർത്തിച്ചു വന്നതിനെയൊക്കെ അപ്പാടെ തട്ടിമാറ്റുകയും അത് ചെയ്യുന്ന ആളുകളൊക്കെ ഇസ്ലാമിൽ പുറത്താണ് എന്ന് വളരെ നിസ്സങ്കോചം വിധിക്കുകയും ചെയ്തപ്പോഴാണ് പണ്ഡിതന്മാരുടെ കൂട്ടായ്മ ആവശ്യമാണ് എന്ന് ഉലമാ തിരിച്ചറിയുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് സമസ്തയുടെ രൂപീകരണം എന്നത് ആർക്കെങ്കിലും നേതാവാകാനുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അനിവാര്യതയുടെ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. സമസ്തയുടെ ഏറ്റവും വലിയ വിജയമെന്നത് സമസ്ത അനിവാര്യതയുടെ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നതാണെന്ന് മാത്രമല്ല, തഖ്വയിൽ അസ്ഥിവാരമിട്ടതാണ്. അതിന് നേതൃത്വം നൽകിയ മഹാന്മാരൊക്കെ തഖ്വയുടെ നിറകുടങ്ങളായി ഓരോ കാലഘട്ടത്തിലും അറിയപ്പെട്ട ഇൽമിലും തഖ്വയിലും അറിയപ്പെട്ട പണ്ഡിത വരേണ്യരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത്. സൂക്ഷ്മശാലുവായി ജീവിച്ച മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെ നമ്മുടെ പരിസര പ്രദേശത്തുള്ള മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള വലിയ വലിയ മഹാരഥന്മാരാണ് സമസ്തക്ക് ഊടും പാവും നൽകുന്നത്. അവരുടെ അശാന്തമായ പരിശ്രമമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അസ്തിത്വത്തിന്റെ അടിസ്ഥാന കാരണം. ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ സുഖം നമുക്കറിയില്ല. കാരണം നമ്മൾ നിൽക്കുന്ന സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ സുഖം നമുക്കറിയില്ല. അതിന്റെ സമസ്തയുടെ തണലിന്റെ വിലയറിയണമെങ്കിൽ ഈ സമസ്തയില്ലാത്ത നാടുകളിലൂടെ നമ്മളൊന്ന് നടന്നു നോക്കിയാൽ മതി. സമസ്തയില്ലാത്ത ഇതുപോലെയുള്ള അസ്തിത്വബോധമില്ലാത്ത നാടുകൾ ഇന്ത്യ മഹാരാജ്യത്തിലൂടെ തന്നെ നമുക്ക് നടന്നാൽ കാണാൻ കഴിയുമല്ലോ. നമ്മളങ്ങനെ നടന്നു നോക്കുമ്പോഴാണ് വളരെ ദയനീയമായ സാഹചര്യത്തിൽ നമുക്കറിയാൻ കഴിയുക. പരിശുദ്ധമായ ദീനിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് പോലും ധാരണയില്ലാതെ, പരിശുദ്ധമായ ദീനിനെ കുറിച്ചുള്ള ബോധമില്ലാതെ ജീവിക്കുന്ന, ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരം പോലും അറിയാതെ ജീവിക്കുന്ന മുസ്ലിം പേരുള്ള നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയെടുത്ത വിപ്ലവത്തിന്റെ ഏറ്റവും ചെറിയ ഒരു തോത് നമുക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാകുന്ന രൂപം ഞാൻ പറയാം.
സമസ്ത ഇവിടെ വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചു. വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ മഹാനായ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മദ്രസ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കണമെന്ന് താല്പര്യപ്പെടുകയും നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ കേരളക്കരയിലും പുറത്തുമായി 10,000-ഓളം വരുന്ന വലിയ ഒരു വിദ്യാഭ്യാസ ശൃംഖല സമസ്തക്ക് കീഴിൽ കെട്ടിപ്പടുക്കാൻ സാധ്യമായി എന്നതു തന്നെ സമസ്ത നടത്തിയ ഏറ്റവും വലിയ വിപ്ലവമാണ്. അതിനർത്ഥം കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും 5 വഖ്തും ജമാഅത്തായി നിസ്കരിക്കുന്നവരാണ് എന്നല്ല, മറിച്ച് ഏതെങ്കിലും ഒരു മുസൽമാൻ അവന്റെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തെത്തുമ്പോ ഒരു 40 വയസ്സ് കഴിയുമ്പോ ഒരു 50 വയസ്സ് കഴിയുമ്പോ അതല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിയുമ്പോ എനിക്കിനി മുതലൊന്ന് നമസ്കരിക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ അവന് നമസ്കരിക്കാൻ ആവശ്യമായ അടിസ്ഥാന വിദ്യാഭ്യാസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളിലൂടെ അവന് സ്വാംശീകരിച്ചെടുക്കാൻ സാധ്യമാകുന്നുണ്ട്. വളരെ അടിസ്ഥാനപരമായി എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പനുഷ്ഠിക്കണം എന്ന് തുടങ്ങുന്ന വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മദ്രസ തലങ്ങളിലൂടെ എല്ലാ ആളുകൾക്കും പഠിക്കാനുള്ള ഒരു സംവിധാനം സമസ്ത ഉണ്ടാക്കി എന്നത് തന്നെയാണ് സമസ്തയുടെ വിപ്ലവം. അതറിയണമെങ്കിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അജ്മീർ ദർഗാ ഷരീഫിലൂടെ നടന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. മഹാനായ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ പദപങ്കജം പതിഞ്ഞ അനുഗ്രഹീതമായ അജ്മീറിന്റെ ദർഗാ ഷരീഫിന്റെ സമീപത്തുകൂടെ നമ്മളൊന്ന് നടന്നു നോക്കിയാൽ, ഡൽഹിയിലൂടെ നമ്മളൊന്ന് നടന്നു നോക്കിയാൽ, അതുപോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ നമ്മളൊന്ന് നടന്നു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് മുസ്ലിം പേരുള്ള ആളുകളെ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അജ്മീർ ദർഗാ ഷരീഫിന്റെ ആ തെരുവിലൂടെ നടന്നു എന്റെ സുഹൃത്തുക്കളുടെ കൂടെ നടക്കുമ്പോഴാണ് വളരെ ദയനീയമായ ഒരു കാഴ്ച കാണുന്നത്. ഒരു 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന മറ്റൊരു കുട്ടി, ചെറിയ കുഞ്ഞ് കരയുകയാണ്. കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ ചെറിയ പ്രായമുള്ള മക്കളുമായിട്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ കുട്ടികൾ കരയുക കളിപ്പാട്ടത്തിന് വേണ്ടിയായിരിക്കും, മിഠായി വാങ്ങിത്തരാൻ വേണ്ടിയായിരിക്കും. പക്ഷേ കുഞ്ഞ് കരയുന്നത് വിശപ്പിന്റെ കാഠിന്യം മൂലമാണ്. 10 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി, ഈ 3 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിയെ ഒരു സൈക്കിൾ റിക്ഷോയുടെ അടുത്തിരുത്തി തൊട്ടടുത്ത വാട്ടർ പൈപ്പിൽ നിന്ന് ആരോ ഉപേക്ഷിച്ചു പോയ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് അതിലേക്ക് വെള്ളം നിറച്ച് ഈ കുട്ടിക്ക് വയർ നിറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണ്. ഞാനത് കണ്ടപ്പോ ആലോചിച്ചു പോയി, നമ്മുടെ നാടുകളിലും മക്കളുണ്ട്, നമ്മുടെ നാടുകളിലും കുട്ടികളുണ്ട്, നമ്മുടെ വീടുകളിലും കുട്ടികളുണ്ട്. സമാനമായ പ്രായമുള്ള മക്കൾ, അവർ വിശക്കാറില്ല. കാരണം വിശപ്പനുഭവപ്പെടാൻ അനുവദിക്കാതെ അവരുടെ ഉമ്മയും ബാപ്പയും അവരുടെ പിന്നിലൂടെ നടന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ആ 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ പിഞ്ചു കുഞ്ഞ്, ആ 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന അതേ പ്രായമുള്ള മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാ സമയങ്ങളിൽ പാഠപുസ്തകങ്ങളുടെ പാണ്ഡവും പേറി സ്കൂളുകളിലും മദ്രസകളിലും വളരെ സന്തോഷത്തോടുകൂടെ വിജ്ഞാനം നുകരുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ കാഴ്ച. ഇതെന്തുകൊണ്ട് അവിടെ ഇല്ലാതെ പോയി? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ നാഷണൽ മിഷന്റെ ആവശ്യത്തിനു വേണ്ടി കർണാടകയിലെ കുന്ദുകോൽ താലൂക്കിലേക്ക് പോകേണ്ടി വന്നു. അല്പമെങ്കിലും മതപരമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ദിശാബോധമില്ലാതെ വളരുന്ന ഒരു ജനത, പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അതല്ലെങ്കിൽ പഠിക്കണമോ എന്ന് പോലും അറിയാത്ത, ലക്ഷ്യബോധമില്ലാത്ത ഒരു ജനത. അവരുടെ പേരുകൾ ചോദിക്കുമ്പോ നമുക്ക് മുസ്ലിം പേരുകൾ കേൾക്കാം. അവർ മുസ്ലിമീങ്ങളാണ് എന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നതിനു പകരം നമ്മൾ അപമാന ഭാരം താങ്ങേണ്ടി വരുന്ന, പേറേണ്ടി വരുന്ന സാഹചര്യം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ കീഴിൽ ഏകദേശം 25ഓളം വരുന്ന മദ്രസകൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജൂനിയർ കോളേജ് അൽഹംദുലില്ലാഹ് റബ്ബിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് അവിടെ സ്ഥാപിക്കാനും അതിന്റെ
തുടർ പ്രവർത്തനങ്ങൾ നടത്താനും ആ മക്കൾക്ക് വൈജ്ഞാനികമായ ഉയർച്ച നൽകാനും അവരെ ഭാവിയിൽ പരിശുദ്ധ ദീനിന്റെ പ്രബോധകരാക്കി മാറ്റാനും ആ നാട്ടിൽ തന്നെ ഇസ്ലാമികമായ ചൈതന്യം കൊണ്ടുവരാനും നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പട്ടിക്കാട് ജാമിഅയുടെ കീഴിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും കൂടിയാണ്. എന്തുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക്, ഇത് ലൈവ് ഉണ്ടായതുകൊണ്ടാണ് മറ്റു അവസ്ഥകളെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത്, എന്തുകൊണ്ട് ആ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് അവരെത്തി, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിമാനകരമായ അസ്തിത്വത്തോട് കൂടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരേ ഒരു ഉത്തരമാണ് സമസ്ത കേരള ജമഅത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നേതൃത്വമാണ്. കേരളത്തിന്റെ ഓണം കേരളമൂലങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ മദ്രസകളില്ലാതെ, പള്ളികളില്ലാതെ നമ്മുടെ കേരളക്കരയിലും സമാനമായ അനുഭവങ്ങളായിരുന്നു. അവിടെയാണ് സമസ്തയുടെ പണ്ഡിതന്മാർ കേരളത്തിന്റെ ഓണം കേരളമൂലങ്ങളിൽ ഓടി നടന്ന് ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, വിശപ്പ് അനുഭവപ്പെട്ടു പട്ടിണിയുടെ പരിവട്ടവുമായി അവർ സമസ്തയുടെ പ്രബോധനവുമായി അഥവാ അതുവഴി ദീനിന്റെ പ്രബോധനവുമായി അവർ നടന്നു നീങ്ങിയത്. മഹാനായ CH ഹൈദ്രോസ് ഉസ്താദ് അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. ഈ മദ്രസ പ്രസ്ഥാനത്തെ പടുത്തുയർത്തുന്നതിൽ ഏറെ കഠിനമായി പ്രയത്നം നടത്തിയവരായിരുന്നു മഹാനായ CH ഹൈദ്രോസ് ഉസ്താദ് അവർ. എല്ലാ ദിവസവും വീട്ടിൽ നിന്നിറങ്ങി ഏതെങ്കിലും കുഗ്രാമങ്ങളിൽ പോയി നിസ്കരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പള്ളിയിലെ എന്ന് ചോദിക്കുന്നു. ആ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകൾ ഇതൊന്നും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. ഒരു നാട്ടിൽ പോയി അവിടെ ജനങ്ങൾക്ക് നിസ്കരിക്കാൻ ആവശ്യമായ പള്ളികളിൽ എന്ന് തോന്നുമ്പോ, പള്ളികളിൽ നിന്ന് മനസ്സിലാകുമ്പോ, അവർക്ക് പഠിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മനസ്സിലാകുമ്പോ, അവിടെ പോയി ആ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളെ കണ്ട് അവരുടെ വീടുകളിൽ കയറിയിറങ്ങി അവിടെ മദ്രസകൾ സ്ഥാപിക്കുകയും അവിടെ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തു വെച്ചത്. അവർ പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങിയവരായിരുന്നു. അവർ ഏതെങ്കിലും പള്ളികളുടെ വരാന്തകളിൽ, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ കിടന്നുറങ്ങിയവരായിരുന്നു അവർ. ഏതെങ്കിലും ബസ് സ്റ്റാൻഡുകളിൽ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നുറങ്ങിയവരായിരുന്നു അവർ. പക്ഷേ അവരനുഭവിച്ച വേദനയുടെ സുഖം ഇന്ന് അനുഭവിക്കുന്നത് നമ്മളാണ്. അവർ കൊണ്ട വെയിലിന്റെ തണൽ ഇന്ന് അനുഭവിക്കുന്നത് നമ്മളാണ്. മഹാനായ ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളും സ്വാദിഖ് അലി തങ്ങളും, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള പാണക്കാട്ട് പഞ്ചനക്ഷത്രങ്ങളുടെ വന്യപിതാവ് മഹാനായ പുതിയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ അഥവാ PMS പൂക്കോയ തങ്ങൾ അവർ വരെ പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങിയ എന്തിനു വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ടത്? ദീന് വളർത്താനായിരുന്നു. ഓരോ നാടുകളിലും പോയി അവിടെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തി അവർക്ക് പരിശുദ്ധമായ ദീനിനെ പഠിക്കാൻ ആവശ്യമായ അടിസ്ഥാന സംവിധാനങ്ങൾ ഒരുക്കാൻ അവർ പരിശ്രമിച്ചു. അഗാധമായി പരിശ്രമിച്ചു, അശാന്തമായ പരിശ്രമം നടത്തി. അതുകൊണ്ട് ഇന്ന് കേരളക്കരക്കകത്തും പുറത്തും 10,000-കണക്കിന് വരുന്ന വലിയ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന മദ്രസ സംവിധാനം, ആ മദ്രസ സംവിധാനം കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഒരു നിശ്ചിത പ്രായമെത്തുമ്പോഴേക്ക് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും സാധിക്കുന്നത്. ഇനി വളർന്നു വരുന്ന നമ്മുടെ തലമുറക്ക് നമ്മുടെ മദ്രസകളിലൂടെ സമസ്ത കേരള സുന്നി സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരാനും, SBBയിലൂടെ വളർന്ന്, SKSSFിലൂടെ വളർന്ന്, SYSലൂടെ വളർന്ന് സമസ്തയുടെ ആളുകളായി മാറാനും പ്രവർത്തകരായി മാറാനും പ്രചോദനം നൽകേണ്ടത് നമ്മളാണ്. രക്ഷിതാക്കളായ നമ്മൾ ആ കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കേണ്ടവരാണ്. ഇന്ന് 10,000-കണക്കിന് വരുന്ന മദ്രസകളായി, 1000-ലധികം വരുന്ന പള്ളി ദർസുകളും 1000-ലധികം വരുന്ന ശരീഅത്ത് കോളേജുകളും വളരെ വിപുലമായ രൂപത്തിൽ സമസ്ത കീഴിൽ നടന്നു വരികയാണ്. മതഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന വളരെ നിലവാരമുള്ള സ്ഥാപനങ്ങൾ സമസ്തയുടെ കീഴിൽ നടക്കുകയാണ്. ഇതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവങ്ങളാണ്. ആ വിപ്ലവത്തെ, ആ വിജ്ഞാന വിപ്ലവത്തെ, ആ സാമൂഹിക സാംസ്കാരികമായ വിപ്ലവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ പാതയിലൂടെ നമ്മുടെ മക്കളെ വളർത്താൻ കഴിയണം.
നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ഒരു കഴിഞ്ഞ വളരെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നത്, അവരുടെ കൂട്ടുകാരാണ്, അവർ സ്കൂളിൽ പോയാൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒരു രക്ഷിതാവ് വീക്ഷിക്കണമെങ്കിൽ, ഇന്ന് ഒരാൾ വഴി പിഴച്ചു പോകണമെങ്കിൽ അവന് കൂട്ടുകാരന്റെ ആവശ്യമില്ല, അവന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരു രക്ഷിതാവ് ഒരു വീടിനുള്ളിൽ അവനെ വളരെ വളരെ പരിപാലിച്ചുകൊണ്ട് വളർത്തുകയാണെങ്കിലും ശരി, അവന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും അതിലൊരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഏത് ലോകത്തുകൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു രക്ഷിതാവിന് സാധ്യമാകാത്ത രൂപത്തിൽ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ വ്യാപകമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടം വന്നപ്പോ നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്ത ജീവിതം അസാധ്യമായി. അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, സാഹചര്യത്തിന്റെ അനിവാര്യത മൂലം നമ്മുടെ മക്കളുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇല്ലാത്ത പണം കടം മേടിച്ചുകൊണ്ടാണെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. ചില നിശ്ചിത സമയങ്ങളിൽ മാത്രം മക്കൾ ഒരുപക്ഷെ പഠനത്തിൽ മുഴുകിയേക്കാം. അത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഫ്രീയാണ്, അവരുടെ കയ്യിൽ നെറ്റ് സംവിധാനം സൗജന്യമായി മുന്നിൽ നിൽക്കുമ്പോ നമ്മുടെ മക്കൾ ഏതൊക്കെ ലോകങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്ന് രക്ഷിതാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലായി. മൊബൈൽ ഫോണിനോട് അഡിക്ഷൻ സംഭവിക്കുന്ന സാഹചര്യം അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും മദ്രസകൾ തുറന്നു, സ്കൂളുകൾ തുറന്നു, രക്ഷിതാക്കൾ ഇനി അത്തരം മൊബൈൽ ഫോണുകൾക്ക് നമ്മുടെ മക്കൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ആവശ്യമാണ്. കാരണം വഴി പിഴപ്പിക്കാൻ ആവശ്യമായത് നമ്മുടെ ചുറ്റുഭാഗത്തും കടുകര പോലെ വട്ടമിട്ട് മറക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും പിടിച്ചു നിർത്തി നമ്മുടെ മക്കളെ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ പന്താവിലൂടെ വളർത്തുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ്. ഇന്ന് വളർന്നു വരുന്നത് ഒരു തരം യുക്തിവാദമാണ്. മതത്തിനകത്തും പുറത്തുമുള്ള യുക്തിവാദമാണ്. ഒന്ന്, ഞാൻ നേരത്തെ ഓതിയ ആയത്ത് പോലെ മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധമായ ദീനിനെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി പോവുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദീന് വേണ്ടെന്ന് പറഞ്ഞ് പരിശുദ്ധ ദീനിനെ ഒഴിവാക്കി പോകുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ എങ്ങനത്തെ മുസ്ലിമാണെന്നറിയോ? ഞങ്ങൾ വിചാരിക്കുന്ന പോലത്തിലുള്ള ഒരു മുസ്ലിം. ഞാൻ എന്തു വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അതാണ് എന്റെ മതം. പേരിനവരൊരു മുസ്ലിമാണ്. എത്രത്തോളം വെച്ചാൽ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ടത്, ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും അംഗീകരിക്കില്ല. ഇസ്ലാം ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിന്റെ കുത്തകകൾ അവകാശപ്പെട്ട് ഇസ്ലാമിനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു തരം യുക്തിവാദം. അതിന്റെ തുടക്കമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിന്റെ കാരണമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിനെ പോലും മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് ആലോചിക്കാനും അതിനനുസരിച്ച് വിശുദ്ധ ഖുർആനിനെ മാറ്റി തിരുത്താനും, അതല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെയായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു എന്ന് പറയുവാനും അവരുടെ യുക്തിവാദം വളരുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം, മതപരമായ ബോധം നൽകാൻ നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് മദ്രസ തലത്തിലുള്ള പഠനം ഭൗതിക പഠനത്തിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, BA കഴിഞ്ഞു, PG കഴിഞ്ഞു, അവിടെയൊക്കെ അവരുടെ മാനദണ്ഡം അവൻ പഠിച്ച് പാസ്സായ അവന്റെ മാർക്കുകളും അതിൽ നിന്ന് ലഭ്യമായ സർട്ടിഫിക്കറ്റുകളുമാണ്. പക്ഷേ നമ്മുടെ മദ്രസാ തലങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അവൻ പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകളെക്കാൾ അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവന്ന മതപരമായ മൂല്യങ്ങളെ രക്ഷിതാക്കൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്റെ കുട്ടി 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയിട്ടുണ്ട്, എന്റെ കുട്ടി 10ാം ക്ലാസ്സിൽ മുഴുവൻ മാർക്ക് നേടിയിട്ടുണ്ട്. അവിടെയല്ല, അങ്ങനെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡിൽ മാർക്കിന്റെ അംഗം കൂടിയതല്ല യഥാർത്ഥത്തിൽ മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ മക്കളിലൂടെ നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ടത്, നമ്മുടെ മക്കളിലൂടെ നമ്മൾ ലക്ഷീകരിക്കേണ്ടത്. മറിച്ച് അവൻ നിസ്കരിക്കുന്നവരാണ്,
അവൻ കൃത്യമായി നിസ്കാരത്തിൽ ചിട്ട പാലിക്കുന്നവനാണോ? അവനവന്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് ഇടപഴകുന്നത്? അവനവന്റെ രക്ഷിതാക്കളോട് ഇടപഴകുന്നത്? അവന്റെ പ്രായത്തിൽ മൂത്തവരോട് ഇടപഴകുന്നത്? അവന്റെ സ്വഭാവം പരിശുദ്ധനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥമായ ദീനിന്റെ സംസ്കാരമാണോ അവന്റെ സ്വഭാവം എന്നതായിരിക്കണം മദ്രസ തലങ്ങളിലൂടെ നമ്മുടെ മക്കളിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത്. മാർക്ക് വാങ്ങലൊക്കെ അതിന്റെ രണ്ടാം ഘട്ടമാണ്. അടിസ്ഥാനപരമായി നമ്മുടെ മക്കൾ മതപരമായ ഒരു ബോധമുള്ള ആത്മീയ ചൈതന്യമുള്ള മക്കളായിട്ട് മാറാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് മദ്രസയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും, പക്ഷേ മക്കൾ വഴിവഴിച്ചു പോകും. അവന് വിവരമില്ലാത്തത് കൊണ്ടല്ല, മതപരമായ ആ ഒരു സംസ്കാരത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്താൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് SKSSF പോലെ SBV പോലെയുള്ളതിൽ പ്രവർത്തിച്ച് SKSSF പോലെ, കാരണം അതിനൊരു മേൽപ്പുരയുണ്ട്, അതിന് സമസ്ത എന്ന ഒരു വടവൃക്ഷത്തിന്റെ തണലുണ്ട്. ആ തണലിനകത്തു നിന്ന് പ്രവർത്തിക്കാനുള്ള ഊർജം അവന് ലഭ്യമാകുന്നുണ്ട്. ആ സമസ്തയുടെ തണലിനകത്തു നിന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതല്ലാതെ കയറുപൊട്ടിയ പട്ടം പോലെ ഇങ്ങോട്ടും പോകാൻ, പ്രത്യേകിച്ച് ഈ ആധുനിക സംവിധാനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന, ഇന്റർനെറ്റ് വ്യാപിച്ചു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തും കേൾക്കാനും എന്തും ഉൾക്കൊള്ളാനും ഞാൻ പറയുന്നതാണ് എന്റെ മതം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമാകും. ആത്മീയമായ ഒരു ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ച് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ കൂട്ടം വാങ്ങാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര തിരിച്ച സംഭവം ചരിത്രത്തിൽ പഠിക്കേണ്ടതും നമ്മൾ അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത് സാഫ്രോണിയസിന്റെ നേതൃത്വത്തിൽ പുരോഹിതന്മാർ കാത്തു നിൽക്കുകയാണ്. സാഫ്രോണിയസിന്റെ നേതൃത്വത്തിൽ പാത്രിയാർക്കീസുമാർ കാത്തു നിൽക്കുകയാണ്. അവർ സ്വഹാബാക്കളോട് പറഞ്ഞു, ഞങ്ങൾ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ഏൽപ്പിക്കണമെങ്കിൽ അത് മദീനയുടെ രാജാവ് വരണം. അവർ ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുകയല്ല. അങ്ങനെ മദീനയിൽ നിന്ന് ഉമർ എന്ന രാജാവ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെടുകയാണ്. ഒരൊട്ടകപ്പുറത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും തന്റെ സേവകനായി മറ്റൊരാളും കൂടെയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് തന്റെ സേവകൻ നടക്കും. അല്പം കഴിഞ്ഞ് ഉമർ എന്ന രാജാവ് ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് താഴെയാണിയിട്ട് തന്റെ വൃത്യനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി 20-ലധികം ഭൗതിക സാമ്രാജ്യങ്ങളെ അടക്കി ഭരിച്ച ഉമർ എന്ന രാജാവ് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് തന്റെ വൃത്യനെ ഒട്ടകപ്പുറത്തിരുത്തി നടത്തി വരുന്ന വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവരുടെ കണ്ണിലെത്തിയ സാഹചര്യത്തിൽ, അഥവാ അവർ ഉമർ തങ്ങളെ കാത്തിരിക്കുകയാണ്. അവർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിദൂരത്ത് നിന്ന് കാണുമ്പോൾ സ്വഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലേക്ക് ഓടിച്ചെന്നു. യാ അമീറൽ മുഅ്മിനീൻ എന്ന് വിളിച്ചോടിച്ചു നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അപ്പോൾ ധരിച്ചിരുന്നത് 17 കസനം വെച്ച് തുന്നി പിടിപ്പിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ചളിപ്രദേശങ്ങളിലൂടെ നടന്നതിന്റെ പേരിൽ കാലിൽ പറ്റിപ്പിടിച്ച മണ്ണുമായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ വന്നപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് വസ്ത്രം ഒന്ന് മാറ്റി ഇതിന്റെ മുകളിൽ രാജകീയ പ്രൗഢിയുടെ പത്രാസ് വിളമ്പുന്ന നല്ലൊരു വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ അവർക്കൊക്കെ വല്ലാത്ത താല്പര്യമായിരുന്നേനെ എന്ന് പറഞ്ഞപ്പോ ഉമർ എന്ന രാജാവ് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് SKSSF-കാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ സ്വഹാബിയോട് വളരെ ഗൗരവത്തോടുകൂടെ ദേഷ്യത്തോടുകൂടെ പറഞ്ഞത്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാം കൊണ്ട്, പരിശുദ്ധ ഇസ്ലാമാണ് ഞങ്ങളുടെ അഭിമാനം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ധരിച്ച വേഷമല്ല, എന്റെ അധികാരത്തിന്റെ ഗർവല്ല, അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള അധികാരത്തിന്റെ ചെങ്കോലല്ല എന്റെ അഭിമാനം. എന്റെ അഭിമാനം ഞാൻ ധരിച്ച വസ്ത്രമല്ല, മറിച്ച് എന്റെ അഭിമാനം ഞാനൊരു മുസ്ലിമാണ് എന്നതാണ്. ഞാനൊരു മുസ്ലിമാണ് എന്നതാണ് എന്റെ അഭിമാനം. എന്നിട്ട് പറയുന്നുണ്ട്, ഫമൻ ഇബ്തഗാ ബിഗൈരി ദാലിക അദല്ലഹുല്ലാഹ്. പരിശുദ്ധ ഇസ്ലാമിനെ മാറ്റിവെച്ച് അവന്റെ സമ്പാദ്യം കൊണ്ടോ അവൻ ധരിച്ച വേഷഭൂഷാദികളെ കൊണ്ടോ അവന്റെ മറ്റു ഭൗതികമായ സൗകര്യങ്ങളെ കൊണ്ടോ ഒരു മുസ്ലിം അഭിമാനിയാകാൻ ശ്രമിച്ചാൽ അദല്ലഹുല്ലാഹ്, അല്ലാഹു അയാളെ
നശിപ്പിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു അയാളെ നിന്ദ്യനാക്കി കളയും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലിയ ഭൗതികമായ വിദ്യാഭ്യാസം നേടിയിട്ടും, നമ്മൾ എത്ര വലിയ സമ്പാദ്യം നേടിയിട്ടും, നമ്മൾ എത്ര വലിയ വസ്ത്രം ധരിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു നമ്മെ ഇസ്സത്തിലാക്കണമെങ്കിൽ ഇസ്ലാം നമുക്കൊരു അഭിമാനമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ഇസ്ലാം ഒരു അഭിമാനമായി മാറി. എങ്ങനെയാണ് ഇസ്ലാം അഭിമാനമായി മാറി? ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിന്റെ ശിആറുകൾ നമുക്ക് അഭിമാനമായി മാറണം. ഇന്ന് അതൊക്കെ പുറകോട്ട് പോയി. ഇന്ന് നമുക്കറിയാലോ, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അല്ലാഹ് എന്ന് പേര് പറയുമ്പോ ഒരുപക്ഷെ ഞാനൊരു മതേതരവാദിയാകുമോ എന്ന പേടി, തൊപ്പി വെക്കാൻ പേടി, മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോ ഞാൻ തൊപ്പി വെച്ചാൽ അവരെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന പേടി. അതൊരിക്കലും നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിമാനത്തിന്റെ അടയാളമല്ല. നേരെ തിരിച്ചായിരുന്നു മുൻഗാമികൾ കാണിച്ചു തന്നത്. ആരുടെ മുമ്പിൽ പോയാലും എവിടെ പോയാലും ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം എന്ന ബോധം. പക്ഷെ നമുക്ക് തന്നെ അതിനോട് താല്പര്യമില്ല. ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണോ വേണ്ടേ? അതല്ലെങ്കിൽ ഇതര മതസ്ഥരോടുള്ള സമീപനത്തിൽ പോലും നമ്മൾ നമ്മെ സ്വയം അടിയാക്കുകയാണ്. നമുക്ക് ദീനൊരു പ്രശ്നമുള്ള കാര്യമില്ല, എന്തിനും വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവുകയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടെന്നല്ല. ഇവിടെ സമസ്ത കേരള ജമഅത്തുൽ ഉലമ വളരെ കൃത്യമായിട്ട് തന്നെ ആ സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കാൻ, അതിനെതിരെ ഉയരുന്ന ഓരോ ശബ്ദങ്ങളെയും അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനബോധം നമ്മളിൽ എന്ന് നഷ്ടപ്പെട്ടുവോ അതാണ് നമ്മുടെ തകർച്ചയുടെ തുടക്കം. മറ്റു എന്തു ഭൗതിക സംവിധാനം നമുക്കുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മറ്റു എന്ത് സംവിധാനം ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ ആലോചിച്ചു, ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങളുടെ കമ്മിയായതുകൊണ്ടാണോ, മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അവരാക്രമിക്കപ്പെടുന്നത്? അല്ല, അവർക്ക് ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് ഈ രാജ്യത്ത് ഇന്ന അവകാശങ്ങളൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചൊരു ബോധമില്ല. നമ്മൾക്ക് വാട്സപ്പുകളിലൊക്കെ പല വീഡിയോകളൊക്കെ കാണുകയാണല്ലോ. ഒരാളെ പിടിച്ചിട്ട് എല്ലാവരും വട്ടത്തിൽ നിന്ന് അടിക്കുകയാണ്. ക്രൂരമായിട്ട് അടിക്കുമ്പോ അവരോട് പറയണ കൈ ഇങ്ങനെ പിടിക്കുന്ന കൈ വളരെ അനുസരണയോടെ അങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. കാരണം അവനെന്നെ തോന്നുകയാണ് ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടത് തന്നെയാണെന്ന് അയാൾക്ക് തോന്നിയാൽ, അഥവാ ഒരു അസ്തിത്വ ബോധം, ഒരു ഹോണറബിൾ എക്സിസ്റ്റൻസ്, ഒരു അഭിമാനകരമായ നിലനിൽപ്പ് നമുക്കുണ്ടാവണം. അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്ലാം ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനം ഉണ്ടാവണം. ഞാനൊരു മുസ്ലിമാണ് എന്ന് എനിക്ക് സന്തോഷത്തോടുകൂടെ പറയാൻ പറ്റുന്നതായിരിക്കണം. അത് കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയുന്നുണ്ട്. സാഫ്രോണിയസിന്റെ കയ്യിൽ നിന്ന് താക്കോൽ സ്വീകരിച്ച് ഉമർ തങ്ങൾ കരയുന്നുണ്ട്. കരഞ്ഞത് എന്തിനാണെന്നറിയോ? വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തിൽ ഭൗതികമായ സൗകര്യങ്ങൾ അധികരിക്കുമ്പോൾ അവർ മതപരമായ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ടടിക്കുമെന്നതിന്റെ പേരിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയുന്നുണ്ട്. അവിടെയാണ് ഈമാനില്ലാതെ, ഈമാനിനനുസൃതമായ അമലില്ലാതെ, അഥവാ അചഞ്ചലമായ വിശ്വാസമില്ലാതെ, അതിനനുസൃതമായ പ്രവർത്തനങ്ങളില്ലാതെ, നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും തുടങ്ങിയ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളില്ലാതെ മറ്റെന്തു ഭൗതിക സാമ്രാജ്യങ്ങളും പടുത്തുയർത്തിയിട്ടും ഈ ഉമ്മത്തിന് രക്ഷയുണ്ടാവില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20-ലധികം ഭൗതിക സാമ്രാജ്യങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആയുധമെന്ത ആത്മീയതയായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്തത് നമുക്കറിയാം. ചരിത്രകാരന്മാരൊക്കെ വിതൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, ഒരു സംഘടിതമായ ഒരു പട്ടാളക്കൂട്ടമില്ല, വിതൗട്ട് എ പാലസ്, ജീവിക്കാൻ വലിയ ഒരു കൊട്ടാരമില്ല. അങ്ങനെ നബിയെ വർണ്ണിക്കുന്നുണ്ട്. നബിതങ്ങൾ വലിയ ഒരു രാജകീയ പ്രൗഢിയോടെയല്ല ജീവിച്ചത്. സാധാരണക്കാരനെ പോലെ ജീവിച്ചു, മിസ്കീനായി ജീവിച്ചു. എന്നിട്ട് പോലും മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് പരിശുദ്ധ ദീനിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ആ ആത്മീയത കൊണ്ടാണ്. ആ സ്വഹാബത്ത് അങ്ങനെയാ കണ്ടത്. ഖാദിസിയ യുദ്ധത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധ ദീനിനെ തിരിച്ചടിയേറ്റപ്പോ മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ നേതൃത്വത്തിൽ കിബാറു സ്വഹാബാക്കൾ ഒരുമിച്ച് കൂട്ടി, സ്വഹാബാക്കളിൽ പ്രമുഖരായ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചർച്ച നടത്തുകയാണ്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന്. ഇലക്ഷൻ കഴിഞ്ഞാൽ ചർച്ച നടത്തുന്നത് പോലെ. എന്താ കാരണം പറഞ്ഞതെന്നറിയോ?
പ്രമുഖനായ ഒരു സ്വഹാബി അതിൽ പറഞ്ഞത്, നമ്മൾ തറക്കനാ സുന്നത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹാദിസിയ യുഗത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഉപേക്ഷിച്ചിട്ടുണ്ട്, നമ്മൾ വിശ്വാസ് ചെയ്തിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അഥവാ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക മതപരമായ ആത്മീയമായ അസ്തിത്വബോധവും അതിനനുസൃതമായ പ്രവർത്തനവുമാണ് നമ്മുടെ വളർച്ചയുടെ തുടക്കം, നമ്മുടെ വളർച്ചയുടെ അടിസ്ഥാനം. അത് തന്നെയാണ് സമസ്തയെ വളർത്തിയത്, ഒരു സംശയവും വേണ്ട. അത് തന്നെയാണ്, അത് മാത്രമാണ് സമസ്തയെ വളർത്തിയത്. സമസ്തയുടെ ഭൗതികമായ ഈ കെട്ടിട സമുച്ചയങ്ങളുടെയൊക്കെ അടിസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ പണ്ഡിത വര്യങ്ങളുടെ പരിശുദ്ധ ദീനിനോടുള്ള കൂറും ആത്മീയതയും തഖ്വയും. അവർ വലിയ ഭൗതിക സൗകര്യങ്ങളോടുകൂടെ ജീവിച്ചവരായിരുന്നില്ല, അവരുടെ തഖ്വയായിരുന്നു സമസ്തയുടെ വളർച്ചയുടെ കാരണം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെയൊക്കെ പറയപ്പെടേണ്ട ദിവസങ്ങളാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ ജീവിച്ചു കാണിച്ചു തന്നത് എത്ര സൂക്ഷ്മശാലുക്കളായിട്ടാണ്. അതാണ് സമസ്തയുടെ വിജയം. അതിനപ്പുറം ഭൗതികമായി കെട്ടിപ്പടുക്കുന്ന രമ്യഹർമ്മങ്ങളുടെ കൂട്ടത്തിലല്ല, ഭൗതികമായി കെട്ടിപ്പടുത്ത രമ്യഹർമ്മങ്ങളല്ല സമസ്തയെ വളർത്തിയത്, മറിച്ച് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആത്മീയമായ ശക്തികളാണ്. അവർ പാതിരാത്രിയിൽ പട്ടിക്കാട് ജാമിഅ നൂരിയിൽ ഓരോ ഉസ്താദുമാരെയും എടുത്തു പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മഹാന്മാരായ കാളമ്പാടി ഉസ്താദും മഹാനായ കുമരംപുത്തൂരി പി ഉസ്താദും മഹാനായ കുഞ്ഞാണി ഉസ്താദും ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് മരണപ്പെട്ട് ഏകദേശം 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ കിതാബുകൾ സ്വപ്നത്തിൽ വന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തതും ഹൃദയം ശുദ്ധീകരിക്കാൻ പറഞ്ഞതുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ അത് പറഞ്ഞതായിട്ട് ആരും കേട്ടിട്ടില്ല. അത്രമേൽ സൂക്ഷ്മശാലുവായി രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ചു ജീവിച്ചവരായിരുന്നു സമസ്തയുടെ ആലിമീങ്ങൾ. അത് തന്നെയായിരുന്നു സമസ്തയുടെ വളർച്ച. ഭൗതികമായ കാട്ടിക്കൂട്ടലുകളോ ജാടകളോ അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇത്രമേൽ ജനകീയമാക്കിയതും ഇത്രമേൽ സുശക്തമായി വളർത്താൻ സാഹചര്യമൊരുക്കിയതും. ഇവിടെ തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നു, മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നു, ജമാഅത്ത് ഇസ്ലാമി കടന്നു വന്നു. അവർക്കൊക്കെ അവർ ആദ്യം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്നും മാറേണ്ടി വന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കടന്നു വന്ന് ആദ്യം അവർക്ക് തറാവീഹ് ഉണ്ടായിരുന്നു, പിന്നീട് അത് 20-ൽ നിന്ന് 8-ലേക്ക് ചുരുങ്ങി. ഇപ്പോ തറാവീഹ് നമസ്കാരം ഉണ്ടോ ഇല്ലേ എന്നതിന്റെ പേരിൽ അവർക്ക് തന്നെ വലിയ പിടുത്തല്ല. ആദ്യം ജിന്നുകളില്ലെന്ന് പറഞ്ഞു, പിന്നെ ജിന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ജിന്നിന്റെ പേരിൽ ചികിത്സ നടത്തുന്നു, ജിന്നിന്റെ പേരിൽ പരസ്പരം അടിപിടി കൂടുന്നു. നബിദിനാഘോഷം ആദ്യം വളരെ ഘനഗംഭീരമായി നടത്തിയിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. പിന്നീട് അവർക്ക് ഇപ്പൊ നബിദിനാഘോഷം നടത്തിയാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുമത്രേ. ആ രൂപത്തിൽ അവർക്ക് ഒരു നിലനിൽപ്പില്ലാതെ, ഒരു അടിസ്ഥാനപരമായ നിലപാടില്ലാതെ പരസ്പരം വൈരുദ്ധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ കടന്നു വന്നപ്പോ അവർ ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് ഇവിടെയുള്ള സർക്കാർ ജോലി ഹറാമാണ്, ഇവിടെയുള്ള ഗവൺമെന്റിനെ അംഗീകരിക്കൽ ഗവൺമെന്റിനോടുള്ള ആരാധനയാണ്, അതുകൊണ്ട് ഗവൺമെന്റിനെ അംഗീകരിച്ചവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു. ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി രാഷ്ട്രീയ സേവകരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് ഈ വഹാബി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന, മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ മറ്റൊരു പതിപ്പാണ് തബ്ലീഗ് ജമാഅത്ത്. വേഷത്തിൽ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നതും കള്ളത്വരീഖത്തുകൾ കടന്നു വന്നപ്പോഴൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926-ൽ രൂപീകരിച്ചപ്പോൾ ഇവിടെ എന്തൊക്കെ നിലപാടുകളാണോ പറഞ്ഞത്, ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും സമസ്തക്ക് പറയാനുള്ളത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും സമസ്തക്ക് പറയാനുള്ളത്. ഇവരൊക്കെ മാറിയതുപോലെ സമസ്തക്ക് അതിന്റെ അടിസ്ഥാനപരമായ നിലപാടുകളിൽ ഒരു മാറ്റത്തിന് ആവശ്യം വന്നിട്ടില്ല. കാരണം എന്താ? സമസ്ത ഇവിടെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സമസ്ത പരിശുദ്ധനായ സ്വഹാബത്തിനാൽ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിന്റെ കേരളത്തിന്റെ ആ താവടി അത് അതുപോലെ കൊണ്ടു നടക്കുകയാണ് സമസ്ത ചെയ്തത്. എങ്ങനെയാ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ പ്രബോധനം ചെയ്തത്? പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു. മദീനയിലേക്ക് വന്ന് അവിടെ പള്ളി ഉണ്ടാക്കി, പള്ളി കേന്ദ്രീകരിച്ച് ഒരു മഹല്ലു സംവിധാനം പോലെ ദീനിനെ പ്രബോധനം ചെയ്തു. സ്വഹാബത്ത് കേരളത്തിലേക്ക് വന്ന് ആദ്യം ചെയ്തതല്ല, അവിടെ പള്ളി ഉണ്ടാക്കി, ആ പള്ളി കേന്ദ്രീകരിച്ച് ദീനിനെ പ്രബോധനം ചെയ്തു. പള്ളിയായിരുന്നു അവരുടെ ദീനിന്റെ എല്ലാ അടിസ്ഥാനവും. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ അത് യാഥാർത്ഥ്യമായി ആ
കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ വരെ ഇപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. പള്ളിയായിരുന്നു എല്ലാറ്റിന്റെയും പരിഹാരം, പ്രശ്നപരിഹാരം പള്ളിയായിരുന്നു. പള്ളിയിലെ ഉസ്താദിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആ മഹല്ലത്തിലെ മതപരമായ ആത്മീയമായ സദസ്സുകളും ആത്മീയമായ ഔന്നിത്യങ്ങളും ഉണ്ടായിരുന്നത്. അങ്ങനെ പള്ളി കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തെ, ഒരു നിലനിൽപ്പിനെയാണ്, പള്ളി കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഇവിടെ പ്രബോധനം ചെയ്തത്. അതിനാവശ്യമായ രൂപത്തിൽ വൈജ്ഞാനികമായി ഉയരാൻ ആവശ്യമായ സംവിധാനങ്ങൾ മദ്രസ തലം തൊട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. മദ്രസ കഴിഞ്ഞ്, കോളേജ് കഴിഞ്ഞ്, അതും കഴിഞ്ഞ് അതിനും ഉപരിപഠനം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയെടുത്തു. അഥവാ ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ സമസ്ത ഇവിടെ ഒരു വൈജ്ഞാനിക വിപ്ലവം നടത്തുകയും മതപരമായ ഒരു അസ്തിത്വ ബോധം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിച്ചു. പക്ഷെ ഇന്ന് പല ആളുകളും അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പ്രത്യേകമായ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ പറയുന്ന പോലത്തിലൊരു ദീന്, ഞങ്ങൾ പറയുന്ന പോലത്തിലുള്ള ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ മക്കൾക്ക് ഈ സമസ്തയുടെ പാരമ്പര്യ വഴി നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ ഒന്നുകൂടി കൃത്യമാകാൻ വേണ്ടി പറയാണ്, ഇസ്ലാമിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ കേവലം ഇത്തരം ആളുകളൊക്കെ പറയുന്നത് ഖുർആനിലും ഹദീസിലും നോക്കി സ്വന്തമായിട്ട് നമ്മൾ പറയാം. അങ്ങനെ ഒരു സംഭവം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം ഇതൊരു പാരമ്പര്യമായ കൈമാറ്റം ചെയ്യപ്പെടുന്ന ശൃംഖലയാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ താബിഈകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒരു നൂറാനിയത്തിന്റെ ശൃംഖലയാണ് ഇസ്ലാം. അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം സ്വഹാബത്തിന് മുന്നിൽ നിന്ന് പ്രഭാഷണം നടത്തി. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ സന്നിഹിതരായ ആളുകൾ ഈ സന്ദേശം ഇവിടെ ഇല്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. എങ്ങനെയാ പ്രബോധനം നടത്തിയത്? അവരുടെ കയ്യിൽ ഖുർആനില്ലായിരുന്നു. ഖുർആനിന്റെ ക്രോഡീകൃതമായ കോപ്പി അവരുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ അവർ പ്രബോധനം നടത്തി? മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ കണ്ടുപഠിച്ച ജീവിതം അവർ ജീവിച്ചു കാണിച്ചു കൊടുത്തു. കേരളത്തിലും അങ്ങനെയാണ് പ്രബോധനം ചെയ്തത്, ജീവിച്ചു കാണിച്ചു കൊടുത്തു സ്വഹാബത്ത്. ആ ജീവിതം കണ്ടപ്പോഴാണ് പരിശുദ്ധ ദീനിലേക്ക് ആളുകൾ കടന്നു വന്നത്. കുമാരനാശന്റെ കവിതയിലൊക്കെ പറയുന്നത് പോലെ എത്രയോ ദൂരം വഴി തെറ്റി നടക്കേണ്ടൊരേഴച്ചറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട നമ്പൂരാരെ എന്ന് കുമാരനാശന്റെ കവിതയിൽ പറയുന്നുണ്ട്. അഥവാ ഒരാൾ അന്ന് ജാതീയത നിലനിന്ന കാലം, ഐക്യം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ മേൽജാതിയിൽപ്പെട്ട ഒരാൾ നടന്ന വഴി പിന്നെ താഴ്ജാതിക്കാരൻ നടന്നാൽ അവിടെ ചാണകം കളിച്ചു കഴുകണം. മേൽജാതിക്കാരനെ കണ്ടാൽ തീണ്ടാപ്പാടകലം പാലിച്ച് അവന് നമ്മൾ ശിരസ്കനായി അവന്റെ മുന്നിൽ കുനിഞ്ഞു വണങ്ങി നിൽക്കണം. ഔറത്ത് മറക്കാൻ അഥവാ മാറു മറക്കാൻ പോലും താഴ്ന്ന ജാതിക്കാർക്ക് അവസരമില്ലാത്ത, അവകാശമില്ലാത്ത കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വന്ന് ഇവിടെ ഇസ്ലാമിന്റെ സാഹോദര്യം കറുത്തവനെയും വെളുത്തവനെയും ഒരുപോലെ കാണുന്ന ജാതീയതയുടെ മേൽക്കോയ്മകളില്ലാത്ത ഇസ്ലാമിനെ കണ്ടപ്പോ എത്രയോ ദൂരം വഴി തെറ്റി നടക്കേണ്ടൊരേഴച്ചറുമൻ പോയി തൊപ്പിയിട്ടാൽ അവൻ തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ പിന്നെ അവന് ജാതീയതയുടെ പ്രശ്നമില്ല. അങ്ങനെയാണ് ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നത്. ഇസ്ലാം അതിന്റെ സാഹോദര്യം ജീവിച്ചു കാണിച്ചു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു കാണിച്ചു കൊടുത്തതുപോലെ സ്വഹാബത്ത് ജീവിച്ചു കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇസ്ലാം വളർന്നു. അതല്ലാതെ അവരുടെ കയ്യിൽ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഉണ്ടായിരുന്നില്ല. ആ സ്വഹാബത്തിനെ കണ്ട് താബിഈകളും തബഉ താബിഈകളും ഇങ്ങനെ ജീവിച്ചു കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇസ്ലാം വളർന്നത്. അതല്ലാതെ എല്ലാ ആളുകളും ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് അസംഭവ്യമാണ്, സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിന്റെ വഴി, മുസ്തഖീമായ യഥാർത്ഥ വഴിയിലേക്ക് ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫാത്തിഹയിൽ അല്ലാഹു പഠിപ്പിച്ചത് എന്താണ് യഥാർത്ഥ വഴി?
ഏറ്റവും എളുപ്പം ഇങ്ങനെ പറയാനായിരുന്നു, സിറാത്തൽ ഖുർആനി വസുന്നത്തി, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴി എന്ന് പറയുന്നതിനു പകരം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ എന്ന്. ആരാണ് അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ? അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സ്വാലിഹീൻകൾ നടന്ന വഴിയിലൂടെ ഞങ്ങളെ നടത്തണേ എന്നാണ് ഖുർആന്റെ ഭാഷ്യം. അതാണ് ദീനിന്റെ യഥാർത്ഥ വഴി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, വഴിയിൽ ഞങ്ങളെ ചേർക്കണേ എന്ന് പറഞ്ഞത്. വഴിയാകണമെങ്കിൽ അതിന്റെ മുന്നിലൂടെ നേരത്തെ ആളുകൾ നടന്നു നീങ്ങിയതേ വഴി എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ആ വഴിയിലൂടെ മുൻഗാമികൾ സഞ്ചരിച്ച വഴികളിലൂടെ നടക്കണമെന്നാണ്. അതാണ് പരിശുദ്ധമായ ദീനിന്റെ പാരമ്പര്യമെന്നാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്നാൽ ഇവിടെ കടന്നു വന്ന പുതിയ ആളുകളൊക്കെ എന്താ പറഞ്ഞത്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഖവാരിജികൾ കടന്നു വന്നത്. അവർ പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഒരു കാര്യത്തിൽ വിധി പറയാൻ അല്ലാഹു മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ എന്ത് പറ്റൂല? രണ്ടാൾക്കാർ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മസ്ലഹത്ത് കൂടിയിട്ട് അത് പരിഹരിക്കാൻ പറ്റൂല. വിധി അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നാണ് ഖവാരിജികൾ പറഞ്ഞത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത് എന്താ? സംഗതി അത് ഖുർആനിലെ ആയത്ത് തന്നെയാണ്, പക്ഷേ കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹൽ ബാത്തിൽ, ഖുർആനിന്റെ ആയത്താണെങ്കിലും ആ ആശയം തെറ്റാണ്, അത് ബാത്തിലാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു. അതിന്റെ സമാനമായ മറ്റൊരു രൂപമാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊണ്ടുവന്നത്. എന്തായിരുന്നു? അനുസരണ അല്ലാഹുവിനോട് മാത്രം. അപ്പൊ ഗവൺമെന്റിനെ അനുസരിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇങ്ങനെ സഹായത്തട്ടം അല്ലാഹുവിനോട് മാത്രം. അപ്പോ ഒരാൾ യാ ശൈഖ് മുഹ്യിദ്ദീൻ എന്ന് വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വഹാബികൾ ഇവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ പരിശുദ്ധമായ ദീനിനെ, വിശുദ്ധ ഖുർആനിനെ അനാവശ്യമായിട്ടും സന്ദർഭത്തിൽ നടത്തിയിട്ടും തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകളാണ് ഇസ്ലാമിന്റെ വഴിയിൽ കണ്ടകോടാലികളായത്. അവരാണ് ഇസ്ലാമിനെ വഴിപിഴപ്പിച്ചത്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇവിടെ ഇൽമു ഉയർന്നു പോകും. ഖിയാമത്ത് നാളാകുമ്പോൾ ഇൽമു ഘട്ടമായിട്ട് ഉയർന്നു പോകും. എങ്ങനെ ഉയർന്നു പോകും? വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എങ്ങനെയാണ് ഉയർന്നു പോകുന്നത്? ബിഖബ്ദിൽ ഉലമാഇ, പണ്ഡിതന്മാരുടെ മരണത്തോടുകൂടെ വിജ്ഞാനം ഇവിടെ ഉയർന്നു പോകുമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദീനു പഠിച്ച പണ്ഡിതന്മാരിലൂടെയാണ് ഇവിടെ ദീനു നിലനിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ആലോചിക്കണം, ഐസിസിലേക്ക് പോയ ആളുകൾ, കേരളത്തിൽ നിന്ന് ഐസിസിലേക്ക് പോയ ആളുകൾ, മറ്റു പലതും ഇവിടുണ്ട്. അവിടെയൊക്കെ അവർക്കൊക്കെ സംഭവിച്ച വലിയ പ്രശ്നം എന്താ? വിശുദ്ധ ഖുർആനിനെ ഗൂഗിളിൽ നോക്കിയിട്ട് ഖുർആനിനെ മനസ്സിലാക്കുക, ആരെങ്കിലും എഴുതിയ പരിഭാഷ നോക്കിയിട്ട് ദീനിനെ മനസ്സിലാക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? പാരമ്പര്യമായി ഇവിടെ കാത്തു സൂക്ഷിച്ചു പോന്ന പാരമ്പര്യങ്ങളെ തച്ചുടച്ച് അവർ പുതിയതായ ചിന്താധാരകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് പരാജയപ്പെടേണ്ടി വന്നത്. അവിടെയാണ് പാരമ്പര്യ ഇസ്ലാം, ഒരു ട്രഡീഷണൽ ഇസ്ലാം എന്ന രൂപത്തിൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സ്വഹാബത്ത് മുതൽ താബിഈങ്ങൾ അങ്ങനെ ഘട്ടമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന പരിശുദ്ധമായ ആ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ വഴിയിൽ തെന്നി മാറിയപ്പോഴാണ് പലർക്കും ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ മതമാക്കി ചിത്രീകരിക്കാൻ എളുപ്പമായത്. കാരണം എന്താ? സായുധ വിപ്ലവങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെ വഹാബി പ്രസ്ഥാനം രംഗത്തു വന്നു. അപ്പോൾ എന്തായി? മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ കരിമ്പട്ടികയിൽ പെടുത്താൻ ചില മുസ്ലിം നാമധാരികളെ അവർക്ക് ലഭ്യമായി. അവരുടെ അജണ്ട പോലെ ഒരു ഇസ്ലാമോഫോബിയ ലോകത്ത് വളർത്താൻ അവർക്കത് സഹായകമായി. ഇവിടെയാണ് പാരമ്പര്യ ഇസ്ലാം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന, സ്വഹാബത്തിലൂടെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന ദീൻ. അതിനപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമ്പോ, അതിനും അപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോ അത് കയറുപൊട്ടിയ പട്ടം പോലെയാകും. അതിന്റെ അന്ത്യം എന്തായി
എന്തായിരിക്കുമെന്ന് അറിയില്ല. എപ്പോഴും നമുക്കൊരു ചട്ടക്കൂട് വേണം, നമുക്കൊരു നിയന്ത്രണം വേണം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം, സ്റ്റേറ്റ് നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്, ഭരണഘടനയിലൂടെ നമുക്ക് നിയമ സംവിധാനങ്ങളിലൂടെ നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ മതപരമായ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഏറ്റവും വലിയ വിജയം, അതിന്റെ നേതൃത്വത്തിന്റെ സൂക്ഷ്മതയും സമസ്ത ഇവിടെ കൊണ്ടുവന്ന വിപ്ലവങ്ങളുടെ ഒക്കെ വിജയം തഖ്വയായിരുന്നു എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വളരെ ദൗർഭാഗ്യകരമായി 1989-കളിൽ ചില ആളുകൾക്ക് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം വരെ ഉണ്ടായത്. മഹാനായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള ആ കാലഘട്ടം കണ്ട, ലോകം കണ്ട പണ്ഡിതന്മാരെ പോലും ധിക്കരിച്ചുകൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അവർ പിന്നീട് സമൂഹത്തിൽ പല രൂപത്തിലും അപഹാസ്യരായിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് വലിയ രമ്യഹർമ്മങ്ങൾ കെട്ടിപ്പൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. പക്ഷേ രമ്യഹർമ്മങ്ങൾ കെട്ടിപ്പൊടുക്കലല്ല ഇസ്ലാം. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഭൗതികമായ സൗകര്യങ്ങളോ ഭൗതികമായ കെട്ടിട സമുച്ചയങ്ങളോ അല്ല ഇവിടെ സമസ്ത വിഭാവനം ചെയ്തത്. വളരെ സംശുദ്ധമായ ജീവിത ശൈലിയും ശുദ്ധമായ സുന്ദരമായ ആദർശവുമാണ് സമസ്ത ഇവിടെ പ്രമോട്ട് ചെയ്തതും പ്രബോധനം ചെയ്തതും. അതിലൂടെ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീർഘമായിട്ട് സംസാരിക്കാതെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ വളർച്ചയും അതിന്റെ ഓരോ ഘട്ടങ്ങളും പറയുമ്പോൾ സമയം ഒരുപാട് അതിക്രമിച്ചു പോകുമെന്നതുകൊണ്ടാണ് ഞാൻ ചുരുക്കി കാതലായ വശങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ പടയണിയിൽ അടിയുറച്ചു നിൽക്കാനും ഈ ദീനിന്റെ സംവിധാനത്തിന്റെ കൂട്ടാളികളാകാൻ നമുക്ക് സാധ്യമാകണം. ഒറ്റ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം. നമ്മൾ ഈ സമസ്തക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ നമ്മൾ ഇന്ന് നടത്തിയ നമ്മുടെ ഈ പരിപാടി ഇത് മതപരമായി നമ്മൾ ഈ സമൂഹത്തോട് ചെയ്ത വലിയ ജിഹാദാണ്. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാല് മറ്റേ ആള് പറഞ്ഞതുപോലെ എന്താ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുള്ള ജിഹാദല്ല. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവത്തിന് വല്ല സാധ്യതയുണ്ടോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഒരു സാധ്യത ഇസ്ലാമിലില്ല. അതായത് അവരുടെ വിവരക്കേടും സംഘപരിവാറിനോട് ചേർന്ന് നിന്നപ്പോൾ കിട്ടിയ ചാണകം ചാരിയാൽ ചാണകം മണക്കണല്ലോ, അതുകൊണ്ട് സംഭവിച്ചതാണ്. നമുക്കത് പറയാൻ ഒരുപാട് പറയേണ്ടതുണ്ട്, പക്ഷെ ഞാൻ വിശദീകരിക്കണില്ല. അവിടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF-ന്റെ സമുന്നതനായ കാര്യദർശി അഭിവന്യനായ സത്താർ പന്തലൂരാണ് ആദ്യമായി അത്തരം പ്രവർത്തനത്തിനെതിരെ, അദ്ദേഹത്തിന്റെ പ്രസ്താവനക്കെതിരെ മർമ്മമറിഞ്ഞ് ഏറുകൊടുത്തത്. അപ്പോഴാണ് അത് ചർച്ചയായത്, അപ്പോഴാണ് അത് പ്രശ്നമായത്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത വളരെ പക്വതയാണ് സമസ്തയോടെ പ്രദാനം ചെയ്തത്. മഹാനായ സയ്യിദുൽ ഉലമ ജിഫരി മുത്തുക്കോയ തങ്ങൾ പത്രസമ്മേളനം വിളിച്ചു. പത്രക്കാർക്ക് കാത്തുനിന്നു. എന്താ ബിഷപ്പിനെതിരെ സമസ്ത എന്ന വലിയ ഹെഡിങ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുമ്പിൽ മഹാനായ സയ്യിദുൽ ഉലമ ജിഫരി മുത്തുക്കോയ തങ്ങൾ പക്വതയുടെ കരച്ചു കാണിച്ചു. മാധ്യമ പ്രവർത്തകർ അത്ഭുതപ്പെട്ടു പോയി. ക്രൈസ്തവ മതവിശ്വാസികൾ പോലും ഇങ്ങനെയും ഒരാൾക്ക് പക്വത കാണിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോയില്ലേ? വീണ്ടും അതിരുവിട്ട വാർത്തയ്ക്ക് വേണ്ടി ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചവരോട് അങ്ങനെ ചോദിക്കരുത്. ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പർദ്ധ വളർത്താനും ഇവിടെ സംഘടന ഉണ്ടാക്കാനും സമസ്ത ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് വളരെ അർത്ഥസംഘടനയില്ലാത്ത വിധം സയ്യിദുൽ ഉലമക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ദീനിനോട് ചെയ്യുന്ന വലിയ ഒരു ജിഹാദാണ്. ഇതിന് നമുക്ക് ലഭ്യമാക്കുന്ന കൂലി ലോകം ഇനി ഒരുപാട് കൂലിയുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു കാര്യം മാത്രം പറയണം. ലോക മുസ്ലിമീങ്ങൾ ദുആയിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. എങ്ങനെ? ഹജ്ജിന്റെ വേളയിൽ പോലും മസ്ജിദുൽ ഹറാമിലും മുത്തുനബിയുടെ പള്ളിയിലുമൊക്കെ ഹറം ശരീഫിലടക്കം ഇമാമുമാർ ദുആ ചെയ്യും. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനും ഞാനും എന്റെ പള്ളിയിൽ ഖുതുബയിൽ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അൻസുർ മൻ നസറ ദീന സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, മുത്തുനബിയുടെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ എന്ന് ലോക മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്നതാണ്. ഹറം ശരീഫുകളിൽ നടക്കുന്ന ദുആ ആണ്.
ആ ദുആയിൽ സാധുക്കളായ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. നമ്മൾ ചെയ്തതോ നമ്മുടെ നാട്ടിൽ ഒരു കുഗ്രാമത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഒരു ദീനി സേവനമാണ് നമ്മൾ ചെയ്തത്. അതിന് ലഭ്യമാകുന്നത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഹറം ശരീഫിലൊക്കെ ദുആ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ഔലിയാക്കൾ സംഘടിക്കുന്ന സ്ഥലമാണ്. ലോകത്തിന്റെ ഖുതുബ് സംഘടിക്കുന്ന സമയമാണ്. ലോകത്തിന്റെ ഖുതുബുകളും ഔസുകളും സംഗമിക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഹറം ശരീഫിലെ ദുആഇന് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മൺമറഞ്ഞു പോയ ഔലിയാക്കളുടെ അർവാഹുകൾ, മൺമറഞ്ഞു പോയ പ്രവാചകന്മാരുടെ അർവാഹുകളൊക്കെ ആമീൻ സാധുക്കളായ നമുക്ക് ഉൾപ്പെടാൻ കഴിയാന്നുള്ളത് വലിയ കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഈ പരിപാടിയിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിലേക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചുവോ അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. തമ്പുരാനെ, ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളിൽ പലരും രോഗികളാണ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായി എന്തൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും അല്ലാഹുവേ, ഈ പരിപാടിയുടെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, സമസ്തയുടെ മൺമറഞ്ഞുപോയ ഉലമാഇന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ പലരും രോഗികളാണ്, ശിഫയാക്കണേ അല്ലാഹ്. റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ ഉസ്താദുമാര് രോഗികളാണ്, ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് നീ അഭിമാനം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. റഹീമായ തമ്പുരാനെ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ കുടുംബങ്ങളിൽ ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാനെ. റഹീമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഈ സദസ്സിലേക്ക് ചായ കൊണ്ടുവന്നവരുണ്ട്, ചീരണി സംഘടിപ്പിച്ചവർ, അല്ലാഹുവേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും ഉസ്താദുമാരും കുടുംബങ്ങള്, കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി സജീവമായി സാന്നിധ്യമായവർ, അതുപോലെ SSFന് വേണ്ടി പ്രവർത്തിച്ചവർ, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, ആലിമീങ്ങളും ഉമറാക്കളും പലരും ആരുടെ മണ്ണുകളിലാണ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഹബീബിന്റെ കൂടെ ജന്നാത്തിൽ കൂട്ടണേ الله. ربنا تقبل منا إنك أنت السميع العليم برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. ഞങ്ങളുടെ ദുആയിൽ ഈ സാധുവിനെ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റിന്റെ സെക്രട്ടറി ജംഷീദ് അബ്ദുൽ ചൂട് പറഞ്ഞ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടന്ന ഈ യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മളെ പിന്നെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കുട്ടികളെ ഇരിക്കട്ടോ.